ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ നല്ല കുറച്ച് കൃഷിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടുപുറകിൽ നമ്മൾ ഗീതമ്മയുടെ കൃഷിത്തോട്ടം എന്നിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഈ നാളിൽ നിങ്ങളെ മുന്നിൽ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കിപ്പോഴത്തേ ഇത് പയറാണ് കേട്ടോ. ഈ പയർ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ, അതുപോലെ സാമ്പാറിലൊക്കെ ഇടുന്ന പയറുണ്ടല്ലോ, ആ പയറാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വിഷടിക്കാതൊക്കെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നല്ലത് തന്നെയല്ലേ. എനിക്കൊക്കെ നല്ല ആഗ്രഹം കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ എന്നെക്കൊണ്ട് 2 മക്കളെ വെച്ചിട്ട് എനിക്കിങ്ങനെ അതൊന്നും നോക്കാനും നല്ലപോലെ നോക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഞങ്ങളെ ഭാഗത്ത് സൂറത്താ, ഞാൻ ഗീതമ്മൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ കേട്ടോ. അപ്പോൾ സുഹൃത്തെ ഗൾഫിൽ പോയി. ഇപ്പം ഞാനും ഗീതമ്മ എടുപ്പുള്ളൂ. ഇപ്പം ഞാനും ഇല്ല കേട്ടോ. അപ്പോൾ ഗീതമ്മ ഇങ്ങനത്തെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അവരുടെ വീട്ടിലുണ്ടായ പയറാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം അല്ലാതെ ഇന്നലെ പൊട്ടിച്ചെന്ന് പറഞ്ഞു, ഇന്നലെ 2 ദിവസം മുമ്പ് പൊട്ടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ആയതൊക്കെ ഗീതമ്മ പൊട്ടിച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ ഇതേ നമ്മളെ ചുവന്ന ചീരയാണ് കേട്ടോ, പച്ചച്ചീരല്ല, നല്ല ചുവന്ന ചീരയാണ്. അപ്പൊ ഇതൊക്കെ പച്ചക്കറി വെക്കാനും ഉപ്പേരി വെക്കാനും ഒക്കെ ഏറ്റവും ഹെൽത്തിന് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ് ഈ ചുവന്ന ചീരയും ചീര എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ അടുത്ത് നമ്മൾ വെണ്ടയ്ക്കാണ് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ കണ്ടില്ല, ഉണ്ടായി നിൽക്കണ കണ്ടില്ല നിങ്ങൾ. ഇതുപോലൊക്കെ ഉണ്ടായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് ഇല്ലേ. ഇതിന് കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചുറ്റുപാടും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ട് ഇടാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോയി. ഈ വക കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതെല്ലാതും. അപ്പോൾ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഒന്ന് കാണാം. പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, യെല്ലോ ഷെയ്ഡുള്ള ഒരു വഴുതനങ്ങ കണ്ടില്ലേ. അതുപോലെ തന്നെ പച്ചമുളക്, ഈ ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു മുളകുണ്ട്, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ ചെറുനാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്, അത് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മുടെ മല്ലിയുടെ അവിടെ തക്കാളി, അങ്ങനെ ഗീതമ്മയുടെ അവിടെ തക്കാളി, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇതുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡ് അല്ലാതെ കൂടാതെ നമുക്ക് വേറൊരു വഴുതനയും കൂടി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നോർമൽ ഈ ഒരു വഴുതനയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു ഫുൾ വീഡിയോ, ഞാനെല്ലാം അതും കൂടിയിട്ടുള്ള ഒരു വീഡിയോ അതിന് മുന്നത്തെ കുറേ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോയോ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.